പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത് മണൽവാരലും പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കുമായിരുന്നു. എംഎൽഎയുടെ അഭാവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാന്റെ അധ്യക്ഷതയിൽ 10 മണിയോടെയാണ് പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വികസന സമിതി യോഗം ചേർന്നത്. കുണ്ടറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൊല്ലടയാറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന കിണർ ശുചീകരിക്കുമ്പോൾ ലഭിക്കുന്ന മണൽ വാരി പുറത്തു വിൽക്കുന്നതായി വികസന സമിതി യോഗത്തിൽ ആരോപണമുയർന്നു. കൂടാതെ പട്ടാഴി പഞ്ചായത്തിൽ മണൽവാരൽ വ്യാപകമാകുന്നതായും ഇത്തരത്തിൽ അനധികൃതമായി പിടിച്ചെടുത്തിട്ടുള്ള വള്ളങ്ങൾ നശിപ്പിക്കുകയോ തഹസിൽദാർ ഏറ്റെടുക്കുകയോ വേണമെന്നും പട്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പട്ടാഴി പഞ്ചായത്തിലും പുനലൂർ മുനിസിപ്പാലിറ്റിയിലുമായാണ് അംഗീകൃത മണൽവാരൽ കടവുകളുള്ളത്. എന്നാൽ അനധികൃത മണൽവാരൽ വ്യാപകമാവുകയാണ്. പുനലൂരിലെ ഗതാഗതക്കുരുക്കിന് അടുത്ത വികസന സമിതി യോഗത്തിന് മുൻപ് പരിഹാരം കാണണമെന്ന് ആവശ്യമുയർന്നു. അധ്യയന വർഷം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് വികസന സമിതി യോഗം ചർച്ച ചെയ്തു. റോഡരികിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു നിൽക്കുന്ന ടെലിഫോൺ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാഴ്മരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ നീക്കം ചെയ്യുന്നതിന് തഹസിൽദാർ അധികൃതർക്ക് താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം നൽകി. കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം അടിയന്തരമായിട്ട്, എന്നിട്ട് ഫൈൻ ഈടാക്കി അത് കളക്ടറാണ് റിലീസ് ചെയ്യേണ്ടത്. അനധികൃതമായി വാരുന്ന ലൈസൻസ് ഇല്ലാതെ ഇറങ്ങുന്ന വള്ളങ്ങൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കടവ് കമ്മിറ്റിയുടെ ചുമതലയാണ്. അത് പഞ്ചായത്തിലാണ് 2 കടവ് ഇപ്പോൾ അവിടെ അനുവദിച്ചപ്പോൾ കടവ് അനുവദിച്ചേക്കെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിക്കും പട്ടാഴി പഞ്ചായത്തിനും മാത്രമേ മണൽ വാരാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ നിലവിൽ. അപ്പൊ അതനുസരിച്ച് പട്ടാഴി പഞ്ചായത്തിൽ 2 കടവുണ്ട്. ആ 2 കടവിൽ അധികൃതവുമായി മണൽ വാരൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു നടപടി എടുക്കുന്നതിന്റെ ഭാഗമാണ് പഞ്ചായത്ത് റവന്യൂടെ കൂടി സംയുക്തമായിട്ട് ഇങ്ങനെയുള്ള നടപടിയെടുത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ 10-30 ലോഡ് മണൽ അനധികൃതമായി വാരിയിട്ടത് പിടിച്ചെടുത്ത് ലേലം ചെയ്തു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് കുടിവെള്ള പ്രശ്നവും തൂക്കുപാലവും പതിവ് പോലെ തന്നെ വികസന സമിതി യോഗത്തിൽ ചർച്ചയ്ക്കിടയാക്കി. തഹസിൽദാർ D രാജൻപിള്ള, ഡെപ്യൂട്ടി കളക്ടർ രാജി ദേവി, നഗരസഭാ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിഷ, പുനലൂർ സബ് ഇൻസ്പെക്ടർ KS ഗോപകുമാർ തുടങ്ങിയവരെ കൂടാതെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ.